സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 13-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഈ മാർച്ച് മാസത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസം ഇപ്പോൾ വരാൻ വേണ്ടി പോവുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ വിളിച്ചപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം ആശ്വാസം നൽകുന്നതാണ്. 18 മാസത്തെ കുടിശ്ശികയിൽ പകുതിയോളം വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. അതായത് ഒരു ആൾക്ക് 15,000 രൂപയോളമാണ് ഈ ഒരു മാസത്തിൽ, അതായത് ഈ മാസം അവസാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ടുള്ള കുടിശ്ശികയുടെ എണ്ണം പറഞ്ഞിട്ടില്ല. എങ്കിലും 8 കുടിശ്ശികയെങ്കിലും ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 10,000-ന് മുകളിൽ, അതായത് 15,000 രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. 15,000-ന് മുകളിൽ തുക ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചിട്ടുള്ള ഫോൺ കോൾ നിങ്ങളൊന്ന് കേൾക്കുക. ഹലോ, നമസ്കാരം. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡല്ലേ? അതെ മാഡം, പെൻഷൻ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞിരുന്നു. കുടിശ്ശിക അത് എന്തായെന്ന് അറിയാനാണ്. ഈ മാസം അവസാനമാവും. കുടിശ്ശിക കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. എല്ലാ കുടിശ്ശികയും കൊടുക്കുന്നുണ്ടോ? ഫുള്ളായിട്ടല്ല, അതിന്റെ പകുതി. പകുതിയുള്ളൂ, ഫുള്ളില്ല. ഫുള്ളില്ല. അപ്പൊ 18 9 കൊടുക്കുമോ? ഉറപ്പാണോ അത്? ഈ മാസം അവസാനമാവുന്നത്. കേട്ടില്ല. അതാണ് ഈ മാസം അവസാനം കൊടുക്കുന്നേ. എന്നുവെച്ചാല് കഴിഞ്ഞ മാസം അവസാനമാണല്ലോ കൊടുത്തത്. നമ്മള് ഓൺലൈൻ ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനേ ഓൺലൈൻ ന്യൂസ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മള് ന്യൂസ് ഇടുമ്പോ അത് ഉറപ്പാണോന്ന് അറിയാൻ വേണ്ടിട്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ഈ മാസം അവസാനം കൊടുക്കുന്നുണ്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പകുതിയോളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പകുതിയോളം. ബാക്കി എപ്പോഴാണെന്ന് വല്ല അറിവുണ്ടോ? അടുത്ത മാസം ആയിരിക്കാനൊക്കെ വ്യക്തമായിട്ട് ക്ലെയിം മാസത്തെ കാര്യമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. പകുതി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ മാഡം. അപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ കാര്യം ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ട്. അത് 1 മാസത്തേതാണ് ലഭിക്കുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1 മാസത്തെ 2,000 ലഭിക്കും. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് 1000 രൂപയുടെ വിതരണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ശനിയാഴ്ചയും അവധിയാക്കാനുള്ള നിർണായകമായിട്ടുള്ള തീരുമാനം നാളെ ഉണ്ടാകും. പ്രത്യേക മന്ത്രിസഭാ യോഗം നാളെ നടക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം 5 ആക്കുന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു. ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 14,870 രൂപയും പവന് 800 രൂപ കുറഞ്ഞ് 18,960 രൂപയുമായി. കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധി തുക വിതരണം നാളെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. രാജ്യത്ത് എമ്പാടുമുള്ള 9.34 കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് DBT ട്രാൻസ്ഫർ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യുന്ന PM കിസാൻ സമ്മാൻ നിധി 22-ാം ഗഡുവിന്റെ വിതരണം നാളെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് അസാമിലെ ഗുവാഹത്തിയിൽ വെച്ച് നടക്കുകയാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. രാജ്യത്തെമ്പാടുമുള്ള 9,34,00,000 ആളുകളുടെ അക്കൗണ്ടുകളിലേക്കാണ് 2,000 രൂപ ക്രെഡിറ്റ് ആകുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ അവസാന ഗഡുവും 2026 വർഷത്തെ ആദ്യ കേന്ദ്ര സഹായവുമാണ് വിതരണം ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ തുക വിതരണ നടപടികൾ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പതിവ് പോലെയാണ് അസാമിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തുക വിതരണം നടത്തുക. 2,000 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തും. മുതലേ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് ഇതിനകം 21 ഗഡുകളിലായിട്ട് 42,000 രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതുകൂടി ചേർത്ത് 44,000 രൂപയാണ് അക്കൗണ്ടിലേക്ക് എത്താനിരിക്കുന്നത്. അപ്പൊ PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാനത്ത് തന്നെ 30 ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു 2,000 രൂപ 13-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങുന്നതാണ്. വിതരണം നടക്കുമ്പോൾ നമുക്കറിയാം ചില സമയങ്ങളിൽ താമസിക്കാറുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ആ ഒരു തുക എല്ലാവർക്കും എത്തും. ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ഭൂരിഭാഗം ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും
തുക എത്തിച്ചേരുന്നതാണ്. അപ്പോൾ KYC നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ലാൻഡ് സീഡിങ്, ആധാർ വെരിഫിക്കേഷൻ, ഈ KYC ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ തവണ ഒരു അറിയിപ്പും ഇല്ലാതെ പല ആളുകൾക്കും തുക മുടങ്ങിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾ KYC നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് മുടങ്ങിയിട്ടുള്ള തുക കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാളെ അതിന്റെ വിതരണം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.